എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ട്രൂ യുവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിലബസ് ഡിസ്കഷൻ ആണ്. ഈ സിലബസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ബൈബിളായിട്ട് തന്നെ കണക്കാക്കേണ്ട കാര്യമാണ്. കാരണം വേറൊന്നുമല്ല, ഈ സിലബസ് അത്രമാത്രം നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ എക്സാമിനേഷൻ കൂടുതൽ പാസ്സാകാനുള്ള ചാൻസ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മുടെ മുൻപിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് സിലബസ്. ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതും. ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ കൊടുത്തിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ, അല്ലേ? ഇപ്പോൾ 2 മാർക്ക് മാത്രമുള്ള ഒരു വിഷയത്തിന് മേലിൽ നിങ്ങൾ ഒരു മാസം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് 2 മാർക്കാണ്. അപ്പം തീർച്ചയായിട്ടും 10 മാർക്ക് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ പഠിക്കുന്നത് വെറും ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ദിവസമോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര സ്കോർ ചെയ്യാൻ പറ്റണം? 10. പക്ഷെ അതിന് അത്രമാത്രം സമയം മാത്രമാണോ ചെലവഴിക്കേണ്ടത്? അല്ല. അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് വേണം കൂടുതൽ നമ്മുടെ പഠന രീതികൾ മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ കൊണ്ട് ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഏതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. CPOന്റെ ഭാഗമായിട്ട് ചോദിക്കാൻ പോകുന്ന സിലബസിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ ചില കാര്യങ്ങൾ പൊതുവിജ്ഞാനം എന്നുള്ള കാര്യമാണ്. ജനറൽ നോളജ് ആണ്. നിങ്ങളുടെ ജനറൽ നോളജ് അടക്കുക എന്ന രീതിയിൽ പൊതുവായിട്ടുള്ള പല വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്, അല്ലേ? സോ ചരിത്രത്തിൽ നിന്ന് 5 മാർക്കിനുള്ള ചോദ്യമാണ് വരുന്നത്. ഈ ചരിത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് കേരള ചരിത്രം വരും, ഇന്ത്യ ചരിത്രം വരും, അതോടൊപ്പം തന്നെ ലോക ചരിത്രം വരും. സോ കേരളത്തിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ 3 ടോപ്പിക്കും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 5 മാർക്കായിരിക്കും. ഈ 5 മാർക്കിൽ മിനിമം 3 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. മിനിമം 3 മാർക്ക്. ഒരു കാരണവശാലും അത് 1ലേക്കോ 2ലേക്കോ പോകാൻ പാടില്ല. ചിലപ്പോൾ നമുക്കറിയാം 1ഓ 2ഓ ചോദ്യങ്ങളൊക്കെ നമുക്ക് തെറ്റാം, അല്ലെങ്കിൽ നമ്മൾ വായിക്കാത്ത പല കാര്യങ്ങളിൽ നിന്നൊക്കെ വരാം. പക്ഷെ എന്നാൽ പോലും ഒരു മിനിമം 3 മാർക്കെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കണം. കാരണം നമ്മുടെ കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തണമെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ഞാൻ സ്കോർ ചെയ്യേണ്ട ആ മാർക്കിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി വേണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം 3 മാർക്കായിരിക്കണം നിങ്ങൾ അവിടെ നിന്ന് സ്കോർ ചെയ്യേണ്ടത്. അതുപോലെ ഭൂമിശാസ്ത്രം, അല്ലെ, നമ്മുടെ ജോഗ്രഫീൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ജോഗ്രഫി എന്ന് പറയുന്നതിലും 5 മാർക്കാണ് വരുന്നത്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഇന്ത്യയുടെ ജോഗ്രഫി, അതുപോലെ തന്നെ ലോക അല്ലെങ്കിൽ കേരള ജോഗ്രഫി. അപ്പോൾ ഇത് കുറേ കൂടെ താരതമ്യേന വളരെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കും. അവിടെയും പക്ഷേ 5 മാർക്ക് തന്നെയാണ്. ഈ 5 മാർക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയും 3 മാർക്കെങ്കിലും മിനിമം സ്കോർ ചെയ്യാൻ സാധിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ധനതത്വശാസ്ത്രം, വേറെ ഒന്നുമല്ല, നമ്മുടെ എക്കണോമിയാണ്, അല്ലേ? എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിനും ഏകദേശം 5 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. സോ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മിറ്റികൾ, പൊതുവായ ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, അങ്ങനെയുള്ള പല ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും എക്കണോമിയിലേക്ക് പോകുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയയിൽ നിന്നാണ് എക്കണോമി മുന്നോട്ട് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം? 3 മാർക്ക്. അടുത്തത് വരികയാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, ഇന്ത്യൻ ഭരണഘടന. അവിടെ 8 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? നമുക്ക് അറിയേണ്ട ജനറൽ നോളജിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏകദേശം 8 മാർക്കാണ് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി, മൗലിക അവകാശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങൾ, അല്ലെ, പാർലമെന്റ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ആ സിലബസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർക്കും ഇതിനകത്ത് പറയുന്നുണ്ട്, നല്ല ശതമാനം പറയുന്നുണ്ടല്ലോ. ഒരു 8 മാർക്കാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടത് മാക്സിമം. പക്ഷേ ഒരു 5 മാർക്കെങ്കിലും നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം, അല്ലെ? 5 മാർക്കെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കണം. മിനിമം മാർക്ക് ഞാൻ പറയുന്നത്, മിനിമം 5 മാർക്ക്. പിന്നെ കേരളവും ഭരണവും, നമ്മുടെ കേരള ഭരണം അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേഷൻ, കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സംസ്ഥാന സർവീസുകളുണ്ട്, പല കമ്മീഷൻസ് ഉണ്ട്. നമ്മുടെ തണ്ണീർത്തട നിയമം, അല്ലെങ്കിൽ നമ്മുടെ ലേബർ അല്ലെങ്കിൽ നമുക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, നമുക്ക് മുതിർന്നവർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പദ്ധതികളില്ലേ? അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ നമുക്കൊരു 3 മാർക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 3 മാർക്കൊന്നും നിങ്ങൾ സ്കോർ ചെയ്യേണ്ട. മിനിമം ഒരു 2 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കണം. 1 അല്ലെങ്കിൽ 2 മാർക്ക്, മിനിമം ഒരു 2 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. പിന്നെ വന്നിരിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് അത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവുമാണ് കേട്ടോ. അവിടെ നമുക്കൊരു 4 മാർക്കാണ് മാക്സിമം മാർക്ക് വരുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്, അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 4 മാർക്കിൽ മിനിമം ഒരു 2 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കില്ലേ? മിനിമം ഒരു 2 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം, അല്ലേ? പിന്നെ ഭൗതിക ശാസ്ത്രമാണ്. ഭൗതിക ശാസ്ത്രത്തിന് 3 മാർക്കാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. 3 മാർക്ക് ഭൗതിക ശാസ്ത്രത്തിന് കൊടുത്തിരിക്കുന്നത് 3 മാർക്ക്. പക്ഷെ നമ്മൾ 1 മാർക്ക് സ്കോർ ചെയ്യാൻ മതി. 1 മതിയേ, ഒരുപാടൊന്നും വേണ്ട. 1 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ചില ആൾക്കാർക്ക് ആ ടോപ്പിക്ക് ചിലപ്പം കുറച്ച് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ ആ 1 പറയുന്നത് 3ലേക്കോ 2ലേക്കോ പോകാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, കൂടുതൽ മാർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് സ്കോർ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് മിനിമം മാർക്കിനെ കുറിച്ചാണ്. ഇനി രസതന്ത്രം, നമ്മുടെ കെമിസ്ട്രി.
1 മാർക്ക് സ്കോർ ചെയ്താൽ മതി. ഓക്കെ, ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആയിരിക്കാം, ഒട്ടും പറ്റില്ലാത്ത വിഷയങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെയൊക്കെ പോയാലും 1 മാർക്കെങ്കിലും അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കണം. രസതന്ത്രം അല്ലേ. പിന്നെ പറയുന്നത് കല, കായികം, സാഹിത്യം, സംസ്കാരം. ഇതൊക്കെ പിന്നെയും കുറെ കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ കുറച്ച് പേരുകളും കാര്യങ്ങളും ഇവന്റുകളൊക്കെ വന്ന കുറെ കാര്യങ്ങൾ അല്ലെ. കലാരൂപങ്ങൾ, സാഹിത്യം അല്ലെങ്കിൽ നമ്മുടെ കായികം, ഇതൊക്കെ കുറെ കൂടെ ജനറൽ ആയിട്ട് അറിയുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഒരു 4ൽ ഒരു 2 സ്കോർ ചെയ്യുക. 4ൽ ഒരു 2 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ ശ്രമിക്കണം അല്ലേ. ഇനി ആനുകൂലിക വിഷയങ്ങൾ, കറണ്ട് അഫെയർ ഒട്ടും മാറ്റി നിർത്തപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ആസ് എ പോലീസ് കോൺസ്റ്റബിൾ നിങ്ങൾ അറിയേണ്ട, അല്ലെങ്കിൽ CP എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആനുകാലികമായ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അത്രമാത്രം അറിയണം. കാരണം നിങ്ങൾ ജനങ്ങളുമായിട്ടാണ് സംവദിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും എപ്പോഴും ജനങ്ങളുമായിട്ട് സംവദിക്കുകയും രാഷ്ട്രീയക്കാരുമായിട്ട് ഇടപെടുകയും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളുമായി ഇടപെടുന്ന ഒരു ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ആനുകാലികമായ കാര്യങ്ങളെക്കുറിച്ച് അത്രമാത്രം ഒരു അവബോധം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു 10 മാർക്കാണ് നിങ്ങളോട് അവിടെ ആവശ്യപ്പെടുന്നത് അല്ലേ. സോ 10 മാർക്ക് അലോക്കേറ്റ് ചെയ്തുവെങ്കിലും നിങ്ങൾ 10ൽ ഒരു 6 മാർക്ക് സ്കോർ ചെയ്യുക. 6 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കണം. ആനുകാലികം, കറണ്ട് അഫെയർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 10 മാർക്കിൽ 6 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കണം. പിന്നെ വരുന്നത് നമ്മുടെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷ പാഠവ പരിശോധനയാണ്. നമ്മുടെ മാത്സ് ആണല്ലേ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ആ പോർഷനാണ് വരുന്നത്. അവിടെ നിന്നും 6 മാർക്ക്. കുറേ പേർക്ക് ഈ മാത്സ് ഒക്കെ വളരെ പാടുള്ളവരുണ്ടായിരിക്കും. പക്ഷേ നല്ല രീതിയിൽ അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസേഴ്സ് ഉറപ്പിക്കാൻ പറ്റുന്ന ചില വിഷയങ്ങളാണ് മാത്സ്. കാരണം മാത്സിലെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ പ്രിസൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോകാനുള്ള ചാൻസുകൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റണം അതിലൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ മാത്സ് എന്ന് പറഞ്ഞ വിഷയം നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ, ഒരു 6 മാർക്കാണ് നമുക്ക് മാത്സിൽ നിന്ന് ഒപ്പിച്ചെടുക്കേണ്ടത്. 6 മാർക്ക് വേണം. പിന്നെ പറയുന്നത് ഇംഗ്ലീഷ് ആണ് അല്ലേ, ജനറൽ ഇംഗ്ലീഷ്. ജനറൽ ഇംഗ്ലീഷിലും 10 മാർക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അവിടെയും ഒരു 6 മാർക്ക് നമുക്ക് ഒപ്പിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കണം. പിന്നെ മലയാളമാണ്. ഈ പറയുന്ന CP എഴുതുന്ന പല ഉദ്യോഗാർത്ഥികളിലും കാണുന്ന ഒരു ട്രെൻഡാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മിക്ക ആൾക്കാർക്കും കുറേയധികം സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം നമ്മൾക്ക് കുറേയധികം നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ നിങ്ങൾ കേട്ടിട്ടുള്ളതോ ഒക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ കുറേ കൂടെ എളുപ്പമാണ് പലർക്കും മലയാളം. ചിലവർക്ക് 6 അല്ല, ചിലർക്ക് 7, 8, 9, 10 മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ മിനിമം 6 സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. മിനിമം 6. നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ കൂടുതൽ സ്കോർ ചെയ്യുക അല്ലേ. എവിടെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ 3ൽ നിന്ന് 2ലേക്കോ 1ലേക്കോ പോയാലും അവിടെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന മറ്റു വിഷയങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ മിനിമം 6 സ്കോർ ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ അടുത്ത ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ആസ് എ പോലീസ് ഉദ്യോഗസ്ഥൻ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട വിഷയങ്ങൾ. കാരണം 20 മാർക്കാണ് നിങ്ങൾക്ക് അതിൽ തന്നിരിക്കുന്നത്. ഈ പറയുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ അത്രമാത്രം പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങളുടെ പേര് അടുത്ത ലിസ്റ്റിലുണ്ട്. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടുന്ന നിയമങ്ങളും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. അതാണ് മറ്റൊരു കാര്യം. ഇത് പഠിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളതല്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സർവീസിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡുകളിലൊക്കെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് വീണ്ടും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നല്ല രീതിയിൽ ഒരു പോലീസുകാരനാണ് ഞാൻ ആകുമെന്ന് പറയുന്ന ആ ദൃഢനിശ്ചയത്തിൽ വേണം നിങ്ങൾ ഈ ടോപ്പിക്സുകൾ പഠിക്കാൻ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നോക്കാം. ആദ്യം ഭാരതീയ ന്യായ സംഹിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. IPC അല്ല, ഭാരതീയ ന്യായ സംഹിത 2023. 4 മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ കൂടെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 നമ്മുടെ CRPCക്ക് പകരമായി വന്ന പുതിയൊരു നിയമം അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് നിയമത്തിന് പറയുന്ന പേരാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം അല്ലേ. സോ നമുക്ക് അടുത്ത നിയമം ഭാരതീയ സാക്ഷ്യ അധിനിയം. അത് 2 മാർക്കാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പറയുന്ന കാര്യമാണ് നമ്മുടെ കേരള പോലീസ് ആക്ട്. ഒബ്വിയസ്ലി കേരള പോലീസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. സോ കേരള പോലീസ് ആക്ട് 2011 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ നിയമം. 2013 3 മാർക്ക് അവിടെ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ ചില കുറച്ച് നിയമങ്ങളുണ്ട്. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അല്ലേ. പിന്നെ വരുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ നിയമം. അതുപോലെ തന്നെ IT ആക്ട്, ഇൻഫോർമേഷൻ ആക്ട്. 2 മാർക്ക് വീതമൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനം പറയുന്ന മറ്റൊരു നിയമമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം. നിങ്ങൾ പ്രിലിംസിലൊക്കെ വിവരാവകാശ നിയമമൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് സിവിക്സിന്റെ ഭാഗമായിട്ടൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും പഠിച്ചു വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ RTA ആക്ടുമായിട്ട് ബന്ധപ്പെട്ട 2 മാർക്കാണ് അവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ നല്ല രീതിയിലുള്ള ഒരു പഠനം ആവശ്യമാണ്. ആ ആവശ്യമായതുകൊണ്ട് തന്നെ 20 മാർക്കിൽ 15 മാർക്കെങ്കിലും അവിടെ നിന്ന് നേടാൻ പറ്റണം. കാരണം അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, കോംപ്രമൈസ് ഒട്ടും ഇല്ലാത്ത ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. കാരണം നമുക്കിപ്പോൾ മാത്രമല്ല, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല,
പിന്നീട് നിങ്ങളുടെ സർവീസ് കാലഘട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ ഒരു തരത്തിലും കോംപ്രമൈസ് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ സർവീസിൽ നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്തണമെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. സോ അവിടെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ വേണം പഠിക്കാൻ. അങ്ങനെ ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു 59-60 മാർക്കെങ്കിലും ഈ പറയുന്ന സ്കോറുകൾ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 60 മാർക്ക്. 60 എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു സേഫ് സ്കോറാണ്. 60 എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും CPO സ്കോർ ചെയ്യുന്ന ഒരാൾക്ക് സേഫ് സ്കോർ ആയിട്ട് വരും. അപ്പോൾ 60 തന്നെ കിട്ടണമെന്നില്ല, 60ന്റെ എറൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം അത്രയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലെങ്കിലും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്ന് നിങ്ങൾ ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാൻ. സോ ഇതാണ് നമ്മുടെ സിലബസ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന സിലബസും അതിൻ്റെ സബ് ടോപ്പിക്കുകളും. ഓക്കെ, സോ പഠിച്ചു തുടങ്ങുക. നല്ല രീതിയിൽ സമയം കളയാതെ ദൃഢനിശ്ചയത്തോടു കൂടി പഠിച്ചു തുടങ്ങുക. നമുക്ക് തീർച്ചയായിട്ടും ലിസ്റ്റിൽ ഈ വർഷം കയറിയിരിക്കണം. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.